ഹലോ ഗൈസ്, വെൽക്കം ടു മെഡ്ഹെഡ് ഹബ്. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രീൻ്റെ ടോട്ടൽ ടോപ്പിക്സും കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ ഡയറക്റ്റ്ലി പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആണ്, സോ അത് ഇഗ്നോർ ചെയ്യാം കേട്ടോ. സോ വാട്ട് പ്രോപ്പർട്ടി ഓഫ് ആസിഡ് കൺവേർട്ട് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ടു റെഡ്? എന്താണ്? pH <7 ആണ്. സോ ഇത് ബേസിക് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആസിഡ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ സ്ട്രോങ് ആസിഡ്? ഏതാണ്? അസറ്റിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സിട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്. സോ അസറ്റിക് ആസിഡും സിട്രിക് ആസിഡും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാര്യം അസറ്റിക് ആസിഡ് ഇസ് കോൾഡ് as വിനാഗർ. സിട്രിക് ആസിഡ് സിട്രസ് ഫ്രൂട്ടിൽ കാണുന്ന ആസിഡാണ്. സോ നെക്സ്റ്റ് ഹൈഡ്രോക്ലോറിക് ആണോ സൾഫ്യൂരിക് ആണോ എന്ന് ഡൗട്ട് വരുള്ളൂ. സോ ആൻസർ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അക്കോർഡിംഗ് ടു അർനെസ് തിയറി, വാട്ട് അയോൺ ഡസ് ആൻ ആസിഡ് ജനറേറ്റ്? സോ ആസിഡ് ജനറേറ്റ് ചെയ്യുന്ന അയോൺസ് ഏതാണ്? ഹൈഡ്രജൻ അയൺ ആണ് അല്ലേ. സോ ഇൻ ബ്രോൺസ്റ്റഡ്-ലോറി തിയറി, വാട്ട് ഈസ് ദ റോൾ ഓഫ് എ ബേസ്? സോ ഡൊണേറ്റ് പ്രോട്ടോൺ, ആക്സെപ്റ്റ് പ്രോട്ടോൺ, ഡൊണേറ്റ് ഇലക്ട്രോൺ, ആക്സെപ്റ്റ് ഇലക്ട്രോൺ. സോ ഇവിടെ എന്താ ചെയ്യുക? ബേസ് എന്താ ചെയ്യുക? ആക്സെപ്റ്റ് പ്രോട്ടോൺസ് H പ്ലസിന് ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുക. വിച്ച് ആസിഡ് ഇസ് പ്രിപ്പയർഡ് ഫ്രം ദ നാറ്റീവ് ബൊറാക്സ് ആൻഡ് ഫോം ബൊറേറ്റ് ബൈ റിയാക്ടിങ് വിത്ത് HCl ഓർ H2SO4? സോ ബൊറാക്സ് HCl-മായിട്ടോ H2SO4-ഉമായിട്ട് റിയാക്ട് ചെയ്യുവാണെങ്കിൽ എന്താ ഉണ്ടാവുക എന്നാണ്. സോ ഇത് ഡയറക്റ്റ് മെക്കാനിസം ഓഫ് ആക്ഷൻ മെക്കാനിസം ഓഫ് ആക്ഷനിൽ സിന്തസിസ് നമ്മൾ പഠിച്ചതാണ്. ബോറിക് ആസിഡ് ആണ്. വാട്ട് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോം ഓഫ് ബോറിക് ആസിഡ് ഫോർ പ്രിപ്പയറിംഗ് അക്വസ് സൊല്യൂഷൻ? സോ അക്വസ് സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റുന്ന പ്രിപ്പറേഷൻ ഏതാണ്? 6-sided ട്രൈക്ലിൻ ക്രിസ്റ്റൽസ് ആണ്. ഇത് എടുത്ത് പറയുന്നുണ്ട് അതിൽ തന്നെ ഡെഫിനേഷൻ തന്നെയായിട്ട്. So which acid is a weak acid and is used in the dusting powder, local antiseptic cream and lotion? So weak acid ഏതാണ്? ഡസ്റ്റിംഗ് പൗഡറിലും ലോക്കൽ ആൻറ്റിസെപ്റ്റിക് ക്രീമിലും ലോഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നത്. ആൻസർ ബോറിക് ആസിഡ് ആണ്. സോ ഇതും ഡയറക്റ്റ്ലി പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഇൻഡിക്കേറ്റർ ഈസ് യൂസ് ഫോർ ദ assay of boric acid in the ടൈറ്റിമെട്രിക് അനാലിസിസ്? സോ ഏതാണ്? ഫിനോഫ്താലാണ്. സോ ബോറിക് ആസിഡിൻ്റെ ടൈറ്റിമെട്രിക് അനാലിസിൻ്റെ അസേയിൽ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫിനോഫ്താലിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ വാട്ട് ഈസ് ദ സ്റ്റോറേജ് കണ്ടീഷൻ ഫോർ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്? എന്താണ്? നോട്ട് എക്സീഡിങ് 30°C ആണ്. നമ്മുടെ കോളേജിലൊക്കെ ആണെങ്കിൽ എന്താണ്? 30 റൂം ടെമ്പറേച്ചറിലൊക്കെയാണ് വെച്ചിരിക്കുക. ആലോചിക്കുക, 30°C ആണ്. So which statement above ammonia solution is correct? So it's an acid, it reacts with base form salt and water. It's an weak alkali, has a sour taste. എന്താണ്? It react with the base to form salt and water ആണ്. സോ എന്താണ്? അമോണിയനെ പറ്റി പറയുവാണെങ്കിൽ how is hydrochloric acid prepared? എങ്ങനെയാണ്? ഹാബർ ആണോ? ആക്ഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഓൺ സോഡിയം ക്ലോറൈഡ്, ഇലക്ട്രോലൈസിസ് ഓഫ് NaCl സൊല്യൂഷൻ ബൈ ഹീറ്റിംഗ് സോഡിയം കാർബോണേറ്റ് വിത്ത് മിൽക്ക് ഓഫ് ലൈം. സോ ആൻസർ എന്താണ്? ബൈ ആക്ഷൻ ഓഫ് സൾഫ്യൂരിക് acid on sodium chloride ആണ്. So what is the role of boric acid in pharmaceutical preparations such as dusting powder and cream? എന്താണ്? ബോറിക് ആസിഡിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷനിൽ വരുന്ന ആക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻറ്റി മൈക്രോബിയൽ ഏജന്റ് ആണ് കേട്ടോ. വിച്ച് ആസിഡ് ഇസ് നോൺ ആസ് സ്പിരിറ്റ് ഓഫ് സോൾട്ട് ആൻഡ് ഇസ് കോമൺലി യൂസ്ഡ് ആസ് എൻ ഗ്യാസ്ട്രിക് ആസിഡിഫയർ? സോ സ്പിരിറ്റ് ഓഫ് സോൾട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ സിനോണിം ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ വാട്ട് ഈസ് ദ പ്രൈമറി യൂസ് ഓഫ് അമോണിയ സൊല്യൂഷൻ ഇൻ മെഡിസിൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പർപ്പസ്? എന്താണ്? അമോണിയ ഞാൻ പറഞ്ഞു. ബോധം കെട്ട് പോകുന്ന ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാം? അവരുടെ സ്റ്റിമുലേറ്റ് ചെയ്യും. റെസ്പിറേഷനിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കി റിഫ്ലക്സ് ഉണ്ടാക്കും അല്ലേ. സോ റിഫ്ലക്സ് സ്റ്റിമുലൻ്റ് ഇൻ ദ ഫെയിൻറ്റിംഗ് പേഴ്സൺ. സോ ഹൗ ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് പ്രിപ്പയർഡ്? എങ്ങനെ ഉണ്ടാക്കുന്നത്? ബൈ റിയാക്ടിങ് വിത്ത് സോഡിയം കാർബണേറ്റ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ അല്ലേ. So what is the function of buffer in pharmaceutical preparation? Induce vomiting, stabilize pH condition അല്ലേ. നമ്മുടെ pH കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രിപ്പറേഷൻ ആണ് ബഫർ. Which buffer system help maintain physiological pH at 7.4 in the body's stores? സോ ബോർഡിൽ എന്താണ്? ഫോസ്ഫേറ്റ് ബഫർ സിസ്റ്റം ആണ്. അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് പ്രോട്ടീൻ ഇൻ ദ ബോഡീസ് ബഫർ സിസ്റ്റം? പ്രോട്ടീൻ്റെ ഇതെന്താണ്? ബഫർ സിസ്റ്റത്തിൽ ബോർഡിൽ എന്താണ്? ഡൊണേറ്റ് ഇലക്ട്രോൺസ്, അക്സെപ്റ്റ് പ്രോട്ടോൺ. എന്താണ്? ഡൊണേറ്റും ചെയ്യും അക്സെപ്റ്റും ചെയ്യും. ബോത്ത് A and B ആണ് കേട്ടോ. സോ ഹൗ ഡു അസ്ട്രിഞ്ചൻസ് ഫങ്ഷൻ ഇൻ ബോഡി? എങ്ങനെ അസ്ട്രിഞ്ചൻ വർക്ക് ചെയ്യുക? പ്രോട്ടീൻ പ്രസിപ്പിറ്റേഷൻ ആണ്. ഇത് ആർക്കും അറിയാം. ആൻഡ് കൺസ്ട്രക്ട് ടിഷ്യൂ ആണ്. വാട്ട് ഈസ് ദ കോമൺ യൂസ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്? എന്താണ്? ആൻറ്റാസിഡ്, ആൻറ്റിസെപ്റ്റിക്, റിഫ്ലക്സ് സ്റ്റിമുലന്റ്, ഡിസ്ഇൻഫെക്റ്റന്റ് ഫോർ വെറ്റിനറി പർപ്പസ്. എന്താണ്? ആൻറ്റിസെപ്റ്റിക് ആൻഡ് ട്രോപ്പിക്കൽ ആൻറ്റി ഇൻഫെക്റ്റീവ് ആണ്. സോ ചില ആൾക്കാർ ഡിസ്ഇൻഫെക്റ്റന്റ് ഫോർ വെറ്റിനറി പർപ്പസിൽ മേ ബി കറുപ്പിക്കാറുണ്ട്. പക്ഷേ ആൻറ്റിസെപ്റ്റിക്കും ട്രോപ്പിക്കൽ ആൻറ്റി ഇൻഫെക്റ്റൻറ്റും ആണ് കേട്ടോ. സോ വിച്ച് സബ്സ്റ്റൻസ് ഈസ് യൂസ്ഡ് as
as an antidote for cyanide poisoning. എന്താണ്? സോഡിയം നൈട്രേറ്റ് ആണ്. വാട്ട് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ് ദാറ്റ് ഡിസ്ട്രോയ് മൈക്രോ ഓർഗാനിസം? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, ഏജന്റ് അല്ല. സോ ആൻറ്റിബയോട്ടിക്സ് ആണ് കേട്ടോ ഉത്തരം വരുന്നത്. So which element is essential for the body and its component of hemoglobin? എന്താണ്? അയൺ ആണല്ലേ. അയൺ is the major component for the hemoglobin. So how is ferrous sulfate commonly known? Ferrous sulfate എന്താ അറിയുക? അയൺ വിട്രിയോൾ, കാൽഷ്യം ഗ്ലൂക്കനേറ്റ്, സോഡിയം ക്ലോറൈഡ് ആൻഡ് പൊട്ടാസ്യം പെർമനന്റ്. എന്താണ്? അയൺ വിട്രിയോൾ. വാട്ട് ഈസ് ദ ഡെയിലി റിക്വയർമെന്റ് ഓഫ് കാൽഷ്യം ഇൻ ബോഡി? 450 mg ആണ്. സോ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്, അധികവും ചോദിക്കാൻ ചാൻസ് കുറവില്ല, മീൻസ് ഇല്ല, ചോദിക്കില്ല കേട്ടോ. സോ എന്നാലും വെച്ചു എന്നേ ഉള്ളൂ, പഠിക്കുന്നുണ്ടല്ലോ. വാട്ട് ഈസ് ദ റോൾ ഓഫ് അയോഡിൻ ഇൻ ദ സിന്തസിസ് ഓഫ് തൈറോയ്ഡ് ഹോർമോൺ? എന്താ ചെയ്യുക? അയോഡിൻ നമുക്ക് തൈറോയ്ഡ് ഹോർമോൺ എന്താ ചെയ്യുക? സ്റ്റിമുലേറ്റ് ചെയ്യുക അല്ലേ. സോ എന്താ ചെയ്യുക? എസെൻഷ്യൽ ഫോർ സിന്തസിസ് ഓഫ് തൈറോയ്ഡ് ഹോർമോൺ. സോ നമുക്ക് തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ എസെൻഷ്യൽ ആയ കാര്യമാണ് എന്ത്? അയോഡിൻ എന്ന് പറഞ്ഞാൽ. So what condition is characterized by an overacting thyroid gland? So overacting ആയിട്ടുള്ളൊരു തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടെങ്കിൽ അതിനെന്താ പറയാന്നാണ്. ഹൈപ്പോതൈറോയിഡിസം, തൈറോടോക്സിക്കോസിസ്, മിക്സഡിമ ആൻഡ് ക്രെട്ടിനിസം ആണ്. സോ ചില ആൾക്കാർ ഹൈപ്പോതൈറോയിഡിസം ഒക്കെ കുത്താനുള്ള ചാൻസ് ഉണ്ട്. സോ ആലോചിക്കുക, ഹൈപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറവാണല്ലേ. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓവർ ആക്ടിങ് ഓഫ് തൈറോയിഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓവർ ആക്ടിങ് ആണ്. സോ ഓവർ ആക്ടിങ് ഓഫ് തൈറോയിഡ് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്നാണ് പറയാറുള്ളത്. ചില ആൾക്കാർക്ക് ഹൈപ്പർ തൈറോയിഡിസം ആയിരിക്കും ഡൗട്ട് വരിക. ഹൈപ്പർ തൈറോയിഡിസം ശരിയാണ്. അതുമാത്രമല്ല തൈറോടോക്സിക്കോസിസും ശരിയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലിനിക്കൽ സ്റ്റേജാണ്. എക്സസീവ് ആയിട്ടുള്ള തൈറോയ്ഡ് ഹോർമോൺ ആക്ടിവിറ്റി കാണിക്കുവാണെങ്കിലോ അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഹൈ സർക്കുലേറ്റിംഗ് തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടെങ്കിലോ നമ്മളതിനെ തൈറോടോക്സിക്കോസിസ് എന്ന് പറയും. സോ അവിടെ തിരിഞ്ഞു പോകണ്ട കേട്ടോ. സോ ഹൈപ്പർ എന്ന് പറഞ്ഞാലും തൈറോടോക്സിക്കോസ് എന്ന് പറഞ്ഞാലും തൈറോടോക്സിക്കോസ് ക്ലിനിക്കലി പറയുന്നതാണ് കേട്ടോ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പൊട്ടാസ്യം അയോഡിൻ ആണ്. സോ എന്താണ്? മൈൽഡ് എക്സ്പെക്ടോറൻ്റ് ആണ്. സോ ചില ആൾക്കാരൊക്കെ വേണമെങ്കിൽ ഒരു ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ആൻറ്റിസെപ്റ്റിക് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ അതിൽ കുത്തും. സോ മൈൽഡ് എക്സ്പെക്ടോറൻ്റ് ആണ്. സോ വാട്ട് ഈസ് ദ പ്രൈമറി യൂസ് ഓഫ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ്? ഡിസ്ഇൻഫെക്റ്റൻ്റ് ആണ്. സോ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ സിനോണിം ഫോർ ക്ലോറിനേറ്റ് ലൈം? എന്താണ്? ബ്ലീച്ചിങ് പൗഡർ ആണ് അല്ലേ. സോ ചില ആൾക്കാരൊക്കെ തിരിഞ്ഞു പോകും, എന്താണ് ക്ലോറിനേറ്റ് ലൈം എന്നൊക്കെ ഉള്ളത് തിരിഞ്ഞു പോകും. സോ ഇറ്റ്സ് ബ്ലീച്ചിങ് പൗഡർ. സോ വാട്ട് ഈസ് ദ റോൾ ഓഫ് അയോഡിൻ ഇൻ ഫാർമസ്യൂട്ടിക്കൽ അയോഡിൻ പ്രിപ്പറേഷൻ? എന്താണ്? ആൻറ്റിഡോട്ട് ഫോർ ആൽക്കറ്റോൾ പോയിസണിങ്. സോ ഓപ്ഷൻസ് നോക്കുക. ഇൻഡ്യൂസ് വോമിറ്റിംഗ്, ആക്ട് ആസ് എ സ്ട്രോങ് ആൽക്കലി, പ്രൊമോട്ട് ഡൈജഷൻ ആണ്. സോ എന്താണ്? അയോഡിൻ ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷനിൽ ആൻറ്റിഡോട്ട് ഫോർ ആൽക്കലോട്ട് പോയിസണിങ് ആണ്. അത് പറഞ്ഞ സമയത്ത് പോയിസണിങ് പറഞ്ഞപ്പോൾ എടുത്ത് പറഞ്ഞ കാര്യമാണ്. വാട്ട് ഈസ് ദ ട്രേഡ് നെയിം ഓഫ് മൈൽഡ് സിൽവർ പ്രോട്ടീൻ? എന്താണ്? അർഗിറോൾ എന്നാണ്. ഒരിക്കലും ചോദിക്കില്ല, ഇത് നമുക്ക് ബ്രാൻഡ് നെയിം എന്നിട്ട് ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഇൻ വാട്ട് ഫോം ഇൻ മെർക്കുറി കോമൺലി യൂസ് ഇൻ ദ ഓയിൻമെന്റ് ആൻഡ് ദ ട്രീറ്റ്മെന്റ് ഓഫ് സിഫിലിസ്? സോ ഏത് ഫോമിലാണ് മെർക്കുറി ഉണ്ടായിരിക്കുക എന്നാണ്. സോ യെല്ലോ മെർക്കുറിക് ഓക്സൈഡ് ആണ്, HgO. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാനുള്ളത് വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് എമറ്റിക്സ് ഇൻ ഫാർമക്കോളജി ആണ്. സോ എമറ്റിക്സ് എന്ന് ഡൗട്ട് വരും, എമസിസ് ഡൗട്ട് വരും ആൻഡ് എക്സ്പെക്ടോറും ഡൗട്ട് വരും. എമറ്റിക്സും എമസിസും വൊമിറ്റിംഗ് ആണ്. സോ എമറ്റിക്സ് ഏജന്റ് വിച്ച് ഇൻഡ്യൂസ് ദ വൊമിറ്റിംഗും, എമസിസ് എന്ന് പറഞ്ഞാൽ വൊമിറ്റിങ്ങിനെയാണ് പറയുക. ആൻഡ് എക്സ്പെക്ടോറൻ എന്ന് വെച്ചാൽ എക്സ്പെക്ടോറൻറ്റ്, അത് ചുമയ്ക്കാനായിട്ട് സഹായിക്കുന്നത് അല്ലേ. സോ ഇൻഡ്യൂസ് വൊമിറ്റിംഗ് ആണ്. വിച്ച് സബ്സ്റ്റൻസ് ഇസ് കോമൺലി യൂസ് ടു റിമൂവ് സ്പൂട്ടം ഫ്രം ദ റെസ്പിറേറ്ററി ട്രാക്ട്? ആക്ടിവേറ്റ് ചാർക്കോൾ, പൊട്ടാസ്യം അയോഡൈഡ്, അമോണിയം ക്ലോറൈഡ്, സോഡിയം നൈട്രേറ്റ്. അമോണിയം ക്ലോറൈഡ് ആണ്. സോ വാട്ട് ഈസ് ദ ആൻറ്റിഡോട്ട് ഫോർ ബാർബിറ്റുറേറ്റ് പോയിസണിങ്? ആക്ടിവേറ്റഡ് ചാർക്കോൾ ആണ് കേട്ടോ. ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് അയൺ ഡെഫിഷ്യൻസി അനീമിയ വിച്ച് ഫോം ഓഫ് അയൺ ഇസ് കോമൺലി യൂസ്ഡ് ഫോർ? നോർമലി ഫെറസ് സൾഫേറ്റ് ആണ്. ഫെറിക് അല്ല, തിരിഞ്ഞു പോകരുത്, ഫെറസ് സൾഫേറ്റ് ആണ്. വാട്ട് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് അയഡിൻ ഫോർ ദി സിന്തസിസ് ഓഫ് തൈറോയ്ഡ് ഹോർമോൺ? മെയിൻ സോഴ്സ് എന്താണ്? അയഡനൈസ്ഡ് സോൾട്ട് ആണ്. സോ അയഡനൈസ്ഡ് ഫുഡ്, അയഡനൈസ്ഡ് സൊല്യൂഷൻ, പൊട്ടാസ്യം അയോഡൊക്കെ തോന്നും, പക്ഷെ അയഡനൈസ്ഡ് സോഴ്സ് ആണ് മെയിൻ സോഴ്സിൽ എപ്പോഴും നമ്മൾ ക്ലിനിക്കൽ ബേസിൽ പറയാം കേട്ടോ. വാട്ട് കണ്ടീഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു ലാക്ക് ഓഫ് സഫിഷ്യന്റ് അയഡിൻ ഇൻ ദ ഡയറ്റ് ലീഡിംഗ് ടു എൻലാർജ്മെന്റ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്? സോ രണ്ട് കാര്യം നോക്കണം. ഒന്ന് ലാക്ക് ഓഫ് സഫിഷ്യന്റ് ഓഫ് അയഡിനും, രണ്ട് എൻലാർജ്മെന്റ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡുമാണ്, ഗോയിറ്റർ ആണ് കേട്ടോ. വാട്ട് ഈസ് ദ പ്രൈമറി യൂസ് ഓഫ് കാൽഷ്യം ഗ്ലൂക്കണേറ്റ്? എന്താണ് കാൽഷ്യം ഗ്ലൂക്കണേറ്റ് ചെയ്യുക? സോ ട്രീറ്റ്മെന്റ് ഓഫ് കാൽഷ്യം ഡെഫിഷ്യൻസി, ആന്റി ഫംഗൽ, റിഫ്ലക്സ് സ്റ്റിമുലന്റ്, ഡിസ്ഇൻഫെക്റ്റന്റ്. സോ പേര് തന്നെ എന്തുണ്ട്? കാൽഷ്യം ഡെഫിഷ്യൻസി. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്, സ്ട്രോങ് ആൽക്കലി. സെയിം ക്വസ്റ്റ്യൻ.
How is calcium carbonate commonly found in body? എവിടെ ഉണ്ടാവുക? ഇൻ ബോൺസിലാണ്. Which element is essential for synthesis of thyroid hormone T3 and T4? Iodine ആണ്. What is the primary role of iodine in the body? എന്താണ് synthesis of thyroid hormone? വീണ്ടും റിപ്പീറ്റ് ആണ്. Iron deficiency അനീമിയയ്ക്ക് ഫെറസ് സൾഫേറ്റ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. What is the role of potassium permanganate in pharmaceutical? Disinfectant റിപ്പീറ്റ് ആണ്. Which substance is used to induce vomiting in cause of poisoning? Antimony, potassium tartarate. എല്ലാ പോയിസണിങ്ങിലും നമ്മൾ വൊമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആസിഡ് കൊറോസീവ് സബ്സ്റ്റൻസിലൊന്നും എന്ത് ചെയ്യില്ല, നമ്മൾ വൊമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യാറില്ല. നമുക്കറിയാലോ ഫുഡ് പൈപ്പൊക്കെ വീണ്ടും എരിഞ്ഞു പോകും. സോ വാട്ട് ഈസ് ദ പ്രൈമറി യൂസ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ മെഡിസിൻ? ആൻറ്റിസെപ്റ്റിക്, ടോപ്പിക്കൽ, ആൻറ്റി ഇൻഫെക്റ്റന്റ്. വീണ്ടും റിപ്പീറ്റ് ആണ്. വിച്ച് ബഫർ സിസ്റ്റം ഹെൽപ്പ് മെയിൻറ്റെയിൻ ഫിസിയോളജിക്കൽ? അതും സെയിം ക്വസ്റ്റ്യൻ. ഫോസ്ഫേറ്റ് ബഫർ റിപ്പീറ്റ് ആണ്. So what is the primary function of buffer in pharmaceuticals? Stabilize pH condition. Same question. How is sodium hydroxide commonly prepared? So അതും നമ്മൾ പറഞ്ഞു by electrolysis of NaCl solution. Same question ആണ്. 2-3 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. So which substance is known for a strong pungent odor and characteristic taste? So strong pungent odor ഉണ്ട്, characteristic taste ഉണ്ട്. Sodium hydroxide, ammonium solution, ഹൈഡ്രോക്ലോറിക് ആൻഡ് ബോറിക് ആസിഡ്. അമോണിയ ആണ്. സോ നമുക്കറിയാം അമോണിയ ഓർക്കുമ്പോൾ നമുക്ക് അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല അല്ലേ. സോ വാട്ട് ഈസ് ദ പ്രൈമറി യൂസ് ഓഫ് ക്ലോറിനേറ്റ് ലൈം? എന്താണ്? ഡിസ്ഇൻഫെക്റ്റന്റ്, ബ്ലീച്ചിങ് ഏജന്റ്. സോ ഇറ്റ്സ് എൻ ബ്ലീച്ചിങ് ഏജന്റ് അല്ലേ. സോ ഇൻ ലൂയിസ് തിയറി ഓഫ് ആസിഡ് ബേസ് വാട്ട് ഡസ് ആസിഡ് ഡു എക്സെപ്റ്റ് എൻ ഇലക്ട്രോൺ പെയർ? സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആസിഡ് ഈസ് യൂസ്ഡ് എസ് എൻ ആൻറ്റി ഫംഗൽ ഏജന്റ് വെറ്റിനറി പ്രാക്ടീസ്? സോ ബോറിക് ആസിഡ് ആണ്, വെറ്റിനറി പർപ്പസിലാണ് കേട്ടോ. So what is the primary function of potassium iodine in the pharmaceutical use of iodine for thyroid gland? Same question. How is iron commonly used in the treatment of syphilis as an ferric chloride? So ഇത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സിഫിലിസിൽ എങ്ങനെയാണ് അയോൺ വരിക എന്നുള്ളതാണ്. ഫെറിക് ക്ലോറൈഡ് ആണ് കേട്ടോ. സോ വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇൻ മൗത്ത് വാഷ് ആൻഡ് ഗാഗിൾ? എന്താണ്? ഡിസ്ഇൻഫെക്റ്റന്റ് ആണല്ലേ. സോ ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്, അത് ഉപയോഗിക്കുക. സോ ഇൻ കണ്ടക്ട്സ് ഓഫ് പോയിസൺ വാട്ട് ഈസ് എൻ ആൻഡ്രോട്ട്? എന്താണ്? സബ്സ്റ്റൻസ് പ്രൊഡ്യൂസിങ് ഓപ്പോസിറ്റ് എഫക്ട് ഓഫ് ദ പോയിസൺ. സോ ആൻഡ്രോട്ട് എന്താ ചെയ്യുക? പോയിസന്റെ ആക്ഷനെ നെഗറ്റീവായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പോയിസൺ എന്താണോ കൊടുക്കുന്ന ആക്ഷൻ അത് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആക്ഷനായിട്ട് എഫക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. സോ വാട്ട് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് ഡിസ്ട്രോയ് മൈക്രോ ഓർഗാനിസം? ഇവിടെ തിരിഞ്ഞു പോകരുത്. ഡിസ്ട്രോയ് ദ മൈക്രോ ഓർഗാനിസം ആൻഡ് സബ്സ്റ്റൻസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് എസ് എൻ ആന്റിസെപ്റ്റിക്. സോ ആൻഡോട്ടും ആന്റിസെപ്റ്റിക്കും മാറി പോകരുത് കേട്ടോ. ഹൗ ഈസ് ഫെറസ് സൾഫേറ്റ് കോമൺലി നോൺ? അയൺ വിട്രിയോൾ. സിനോൺ ഡയറക്ട്ലി ചോദിച്ചിരിക്കുവാണ്. വാട്ട് ഈസ് പ്രൈമറി യൂസ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ മെഡിസിൻ? എന്താണ്? ഇതും വീണ്ടുമാണ് ആന്റിസെപ്റ്റിക്, ടോപ്പിക്കൽ, ആൻറ്റി ഇൻഫെക്റ്റന്റ്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് ഇൻഡ്യൂസ് വൊമിറ്റിംഗ്? എമറ്റിക്സ് ആണ്, റിപ്പീറ്റ് ആണ്. വാട്ട് ഈസ് ദ കോമൺ യൂസ് ഓഫ് അമോണിയം സൊല്യൂഷൻ ഇൻ ലബോറട്ടറി ഓർ ഫാർമസ്യൂട്ടിക്കൽ അപ്ലിക്കേഷൻ? എന്താണ്? അമോണിയം സൊല്യൂഷൻ എന്തിനാണ്? മൈൽഡ് എക്സ്പെക്ടോറന്റ്. ഹൗ ഈസ് കാൽഷ്യം ഗ്ലൂക്കണേറ്റ് കോമൺലി അസൈഡ്? കോംപ്ലക്സോമെറ്റിക് ടൈട്രേഷൻ. വാട്ട് ഈസ് ദ പ്രൈമറി യൂസ് ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആസ് എൻ ഓക്സിഡൈസിങ് ഏജന്റ്? സോ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് തന്നെയാണ്. അത് ഡയറക്ട്ലി ആ ക്വസ്റ്റ്യൻ തരുന്നത്. നോക്കിയേ, വാട്ട് ഈസ് ദ പ്രൈമറി യൂസ് ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആസ് എൻ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട് അല്ലേ. So how is boric acid commonly prepared in laboratory? By reacting borax with HCl or H2SO4. Direct question ആണ്. What is the primary function of buffer in pharmaceuticals? Stabilize pH ആണ്. What is the primary use of hydrogen peroxide medicine? എന്തിനാണ്? ആന്റിസെപ്റ്റിക് ആൻഡ് ട്രോപ്പിക്കൽ, ആൻറ്റി ഇൻഫെക്റ്റന്റ്. വീണ്ടും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ what is the substance in commonly used as an antidote for cyanide poisoning? എന്താണ്? സോഡിയം തയോസൾഫേറ്റ്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. What is the primary use of ammonia solution in medicine or pharmaceutical purpose? Ammonia solution ആണ്, റിഫ്ലക്സ് സ്റ്റിമുലന്റ് ആണ്, in fainting person. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഈസ് സോഡിയം ഹൈഡ്രോക്സൈഡ് പ്രിപ്പയർഡ്? എങ്ങനെയാണ് ചെയ്യുക? നമ്മളിത് ഓൾറെഡി റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ വാട്ട് ഈസ് ദ പ്രൈമറി യൂസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്? എന്താണ്? സ്ട്രോങ് ആൽക്കലിയാണ്. സോ ഇതും റിപ്പീറ്റ് ആണ്, ഇത് രണ്ടും റിപ്പീറ്റ് ആണ് കേട്ടോ. സോ പ്രൈമറി യൂസ് ഓഫ് സോഡിയം നൈട്രേറ്റ് യൂസ് ഇൻ മാനുഫാക്ചർ ഓഫ് അസോഡൈ. ഇത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അസോഡൈൻ്റെ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ അസോഡൈൻ്റെ കേസില്ലേ, സോ ഇത് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. വിച്ച് സബ്സ്റ്റൻസ് ഈസ് യൂസ് ഫോർ പ്രിവെൻഷൻ ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് അയൺ? എന്താണ്? ഫെറസ് സൾഫേറ്റ് ആണ്. ഞാൻ ഇപ്പോഴും പറയുന്നു ഫെറസ് സൾഫേറ്റ് ആണ്. ചില ആൾക്കാർ എന്ത് ചെയ്യും? ഫെറിക്ക് പറയും അല്ലേ, ഫെറിക്ക് പറയും. സോ ഒരിക്കലും ഫെറിക്ക് പറയരുത്, ഫെറസ് ആണ്. സോ വാട്ട് ഈസ് ദ പ്രൈമറി യൂസ് ഓഫ് യെല്ലോ മെർക്കുറിക് ഓക്സൈഡ്? ട്രീറ്റ്മെൻറ്റ്, ഫംഗൽ ട്രീറ്റ്മെൻറ്റ്. ഇൻ വിച്ച് ഈസ് മെർക്കുറി കോമൺലി ഫൗണ്ട് ഇൻ മെർക്കുറിൽ ഓയിൽമെൻറ്റ്? സോ എങ്ങനെയാണ് കാണുന്നതെന്നാണ്. യെല്ലോ മെർക്കുറിക് ഓക്സൈഡ് ആണ്. ഇതും എന്താണ്?
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ആക്ടിവേറ്റഡ് ചാർക്കോൾ ഇൻ ദ കോസ് ഓഫ് പോയ്സണിങ്? എന്താണ്? പ്രിവെൻറ്റ് അബ്സോർപ്ഷൻ ഓഫ് പോയ്സണിങ്. ആക്ടിവേറ്റ് ചാർക്കോൾ എന്ത് ചെയ്യും? നമ്മുടെ അബ്സോർപ്ഷൻ കുറയ്ക്കുകയാണ് ചെയ്യുക. സോ വിച്ച് സബ്സ്റ്റൻസ് ഇസ് കോമൺലി യൂസ്ഡ് ഇൻ ആൻറ്റിസെപ്റ്റിക് ആൻഡ് ട്രോപ്പിക്കൽ ആൻറ്റി ഇൻഫെക്റ്റൻറ്റ്? ഹൈഡ്രജൻ പെറോക്സൈഡ്. സോ വാട്ട് ഈസ് ദ സിനോണിം ഓഫ് കാൽഷ്യം ഗ്ലൂക്കണേറ്റ്? കാൽഷ്യം ഗ്ലൂക്കോൺ. ആ പേര് തന്നെയുണ്ട്. ഹൗ ഈസ് അയഡിൻ കോമൺലി യൂസ്ഡ് as an antiseptic? So in the form of iodine solution. What is the role of iodinized salt in the preventing goiter? And the provide a source of iodine for thyroid hormone. So in the phosphate buffer system, what ion act as a weak acid and a weak base component? And then a monohydrogen phosphate and a dihydrogen phosphate ion. It's also very important. മറന്നു പോകണ്ട കേട്ടോ. സോ വാട്ട് ഈസ് ദ പ്രൈമറി യൂസ് ഓഫ് ബഫർ ഇൻ ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻസ്? നമുക്കറിയാം സ്റ്റെബിലൈസ്ഡ് pH കണ്ടീഷനാണ്. സോ വിച്ച് ബഫർ സിസ്റ്റം ഹെൽപ്പ് മെയിൻറ്റെയിൻ? അത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ബഫർ? റിപ്പീറ്റ് ആണ്. കുറേ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. വാട്ട് ഈസ് പ്രൈമറി യൂസ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്? റിപ്പീറ്റ് ആണ്. സബ്സ്റ്റൻസ് കോമൺലി ആൻഡോട്ട് അതും എക്സ്പെക്ടോറിൻ്റെ ഇതൊക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ദ ഹൗ ഈസ് കാൽഷ്യം കാർബണേറ്റ് കോമൺലി യൂസ് ഇൻ മെഡിസിൻ? ആൻറ്റാസിഡ് ആണ്. ന്യൂട്രലൈസിങ് ഏജന്റ് ആണ് കേട്ടോ. സോ വാട്ട് ഈസ് കോമൺ നെയിം ഓഫ് സോഡിയം കാർബണേറ്റ്? തിരിഞ്ഞു പോകേണ്ട, ബേക്കിംഗ് സോഡയാണ് കേട്ടോ. സോ ഇൻ ദ കണ്ടക്സ് ഓഫ് ആസിഡ് വാട്ട് ഇസ് pH മെഷർ? അസിഡിറ്റി ഓർ ആൽക്കലി? അല്ലേ, നമ്മൾ അസിഡിറ്റി ആൽക്കലി നമ്മൾ അറിയാം അല്ലേ. വിച്ച് ആസിഡ് ഇസ് കോമൺലി ഫൗണ്ട് ലെമൺ ഓർ സിട്രസ് ഫ്രൂട്ട്? സിട്രിക് ആസിഡ്. അത് നോക്കാനൊന്നുമില്ല. വാട്ട് ഈസ് പ്രൈമറി ഫംഗ്ഷൻ ഓഫ് സോഡിയം ബൈകാർബണേറ്റ് ഇൻ മെഡിസിൻ? ആൻറ്റാസിഡ്. വിച്ച് ആസിഡ് പ്രിപ്പറേഷൻ ഓഫ് വിനെഗർ? എന്താണ്? അസറ്റിക് ആസിഡ് അല്ലേ. പ്രൈമറി യൂസ് ഓഫ് നൈട്രിക് ആസിഡ് ഇൻ ലബോറട്ടറി? അനലിറ്റിക്കൽ റിയേജൻറ്റ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നൈട്രിക് ആസിഡ് ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന പ്രൈമറി യൂസ് ചോദിക്കുന്നുണ്ട്. ഇൻ കണ്ടക്സ് ഓഫ് ബേസ് വാട്ട് ഇസ് pH മെഷർ എന്നാണ്. സോ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോക്സൈഡ് അയോൺ. സോ വാട്ട് ഈസ് ദ കോമൺ നെയിം ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്? എന്താണ്? മ്യൂറിയാറ്റിക് ആസിഡ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആലപ്പുഴ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് മ്യൂറിയാറ്റിക് ആസിഡ് ആണ്. സോ ഇത്രയും ഉള്ളൂ കേട്ടോ പറയാൻ. അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. 100 ക്വസ്റ്റ്യൻസ് ആണ്. ഭയങ്കര സിമ്പിളാണ്. ഇത്രയും പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ ടോപ്പിക് എല്ലാം കഴിഞ്ഞു. സോ ഓർഗാനിക് കെമിസ്ട്രി സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു ഫോളോ ചെയ്ത എല്ലാവർക്കും നന്നായി പഠിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർ നെക്സ്റ്റ് വീട്ടിൽ കാണാം. ബൈ.